السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ജനനായകൻ, ഈ സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ കൂടിയായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവരുകളെ, അഭിനന്ദനായ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ, നമുക്കൊക്കെ പ്രിയങ്കരനായ സുന്നി യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നായകൻ കൂടിയായ ഷെയ്ഖുൽ ജാമിയ ഉസ്താദ് ആലിബുദ്ദീൻ സാർ അവരുകളെ, നമ്മുടെ വേദിയിലുള്ള മുഫ്തി ഖലീൽ അഹമ്മദ് സാഹിബ് തുടങ്ങി ഒട്ടേറെ ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കൾ, സമസ്ത ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രതിനിധി ബാപ്പുശ്രിയാർ, ഈ സ്ഥാപനത്തിലെ ബഹുമാന്യരായ ഗുരുവര്യന്മാർ, നമ്മുടെ പ്രസ്ഥാന നായകന്മാർ, SYSന്റെയും SKSSന്റെയും ഒക്കെ കർമ്മകുശലരായ നേതാക്കൾ, ഇവിടെ പ്രഭാഷണം നടത്താനിരിക്കുന്നതിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഈ ജാമിയുടെ ക്യാമ്പസ് ഇപ്പോഴും ജനസാഗരമാക്കി ഇനിയും ഇങ്ങോട്ട് ആളുകൾക്ക് പ്രവേശിക്കാൻ അവസരമില്ലാത്ത വിധം നിബിഡമായൊരു സദസ്സുകൾ ഒരുക്കിയ പ്രിയപ്പെട്ട പ്രാസ്ഥാനിക ബോധമുള്ള പ്രവർത്തകരെ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കേരള മുസ്ലിങ്ങൾ നെയ്തെടുത്ത ഈ വലിയ വികസന പ്രവർത്തനത്തെക്കുറിച്ച് ഇവിടെ പ്രസംഗിച്ച വിദേശ പ്രതിനിധികൾ പോലും വളരെ മനോഹരമായിട്ടാണ് നമ്മോട് സംസാരിച്ചത്. പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്ന് വന്ന ഇൻഡോ അറബ് ബന്ധങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൂടുതൽ അറിയാവുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വം പോലും നമ്മോട് പറഞ്ഞത്, ഞാൻ ആദ്യമായി കേരളത്തിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു വലിയ സദസ്സും ഈ സ്ഥാപനവും കണ്ടത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ്. ഇവിടെയുള്ള നേതാക്കളെക്കുറിച്ച് പോലും അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, അവർ കേവലം കേരളത്തിന്റെ നേതാക്കളല്ല, മറിച്ച് കേരള മുസ്ലിങ്ങൾക്ക് പകരം ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെ നേതാക്കളാണവർ എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞതിൽ നിന്നും നമുക്ക് ബോധ്യമാകുന്നൊരു വസ്തുത, നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിൽ ഔന്നത്യമാകുന്ന ഒരു പദവി കൈവരിക്കാൻ തീർച്ചയായും കേരള മുസ്ലിങ്ങൾക്ക് സുസാധ്യമായിട്ടുണ്ട് എന്നതാണ്. ഇവിടെ നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പ്രസംഗം വളരെ ചുരുക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം സമയമേറെ ദീർഘിച്ചിട്ടും നിങ്ങളൊക്കെ വളരെ ആവേശത്തോടുകൂടി ഇവിടെ കാത്തിരിക്കുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തോടുള്ള കടപ്പാട് കൊണ്ടും പൂർവ്വകാല നേതാക്കളോടുള്ള നിങ്ങളുടെ ആ മതിപ്പ് കൊണ്ടുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ നമ്മൾ സ്മരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു വ്യക്തിത്വമുണ്ട്, ബഹുമാന്യനായ കാളമ്പാടി ഉസ്താദ്. അള്ളാഹു ആ മഹാന്റെ ഖബറ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച് നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഒരുപാട് കാലം അഴിമ പകർന്നു കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വലിയ മാതൃക സമർപ്പിച്ച ഒരു മഹാനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതവും ശൈലിയും വളർന്നു വരുന്ന ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രാപിക്കാൻ കഴിയാത്ത അത്രമാത്രം വളരെയധികം ഊർജ്ജസ്വലതയുള്ളതും അതുപോലെ തന്നെ മാതൃകാ യോഗ്യവുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു പണ്ഡിതൻ എങ്ങനെയായിരിക്കണം, ഒരു ഗുരുനാഥന്റെ ചര്യ എങ്ങനെയായിരിക്കണമെന്നൊക്കെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹം ജീവിച്ച് കാണിച്ചു തന്ന, ദുനിയാവിനോട് യാതൊരു മോഹവുമില്ലാത്ത, ഭൗതികതയോട് യാതൊരു താല്പര്യവുമില്ലാത്ത ആ ജീവിതം തികച്ചും എന്റെ മുമ്പിലുള്ള ഈ ജാമിയുടെ സന്തതികൾ ഇപ്പോഴും കൺമുന്നിൽ കാണുന്നത് പോലെ അനുഭവിക്കുന്നുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു ആ മഹത്തുക്കൾക്കൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. കേരള മുസ്ലിങ്ങൾ നേടിയെടുത്ത ഈ ഔന്നത്യത്തിന്റെ നിദാനം കേവലം ഒരു ജനക്കൂട്ടം കൊണ്ട് മാത്രമല്ല. ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങൾ ജനക്കൂട്ടം കൊണ്ട് നേടുകയാണെങ്കിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ വലിയ നേട്ടം നമ്മുടെ സഹോദരങ്ങൾക്ക് നേടാമായിരുന്നല്ലോ. ആ പ്രദേശങ്ങളിൽ ഒന്നും മുസ്ലിം സമൂഹം ഇത്ര വലിയ നേട്ടങ്ങൾക്ക് വിധേയരായില്ല. എന്നാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഇത്ര വലിയ നേട്ടങ്ങൾക്ക് വിധേയരായി? സാമ്പത്തിക ഔന്നത്യം കൊണ്ടായിരുന്നോ? എണ്ണപ്പെരുപ്പം കൊണ്ടായിരുന്നോ? ഒക്കെ പരിശോധിച്ചു നോക്കൂ. അതൊക്കെ പരീക്ഷിക്കപ്പെട്ട പ്രദേശങ്ങളുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്. ഗുജറാത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ വലിയ ബിസിനസ്സുകാരും വലിയ സമ്പന്നരുമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കത് പത്രദ്വാര വായിച്ചാൽ വളരെ വ്യക്തമായി പഴയകാല ചരിത്രം വരെ പരിശോധിച്ചുകൊണ്ട് നമുക്കത് ബോധ്യപ്പെടും. എന്നാൽ നമ്മുടെ ഇന്നത്തെ അവസ്ഥ നോക്കൂ നിങ്ങൾ. കേരളത്തിലെ മുസ്ലിങ്ങൾ അവർക്കൊക്കെ മാതൃക കാണിക്കത്തക്ക വിധമുള്ള ഒരു ഔന്നത്യമാർന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് കേരള മുസ്ലിങ്ങളെ എത്തിച്ചത് എന്താണെന്ന് പരിശോധിച്ചാൽ മതബോധത്തിലൂടെ നമ്മൾ നേടിയെടുത്ത സംഘബലമാണ് എന്ന് കാണാൻ കഴിയും.
നമ്മുടെ ഈ കേരളക്കരയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ക്യാമ്പസ് പോലെയുള്ള വലിയ ഒരു ക്യാമ്പസ് ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് വലിയ ഒരു ദീനീ കലാലയം ഓരോ പ്രദേശത്തെയും ജനങ്ങൾക്ക് ഇസ്ലാമിക നേതൃത്വം കൊടുക്കുന്നതിനാവശ്യമായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന വലിയ ഒരു ഫാക്ടറി നേരത്തെ തങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരംഭിച്ചു. ഇവിടെ വിളയുന്ന വിത്തുകൾ നമ്മുടെ നാടിന്റെ നാനാഭാഗത്തും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. അവർ ഈ സമൂഹത്തിന്റെ വിളക്കുകളാണെന്ന് പറഞ്ഞാൽ ആ വിളക്കിൽ നിന്ന് കത്തിച്ചെടുത്ത ദീപങ്ങളാണ് ശരിക്കും നമ്മുടെ സമൂഹത്തിനിടയിൽ ഇസ്ലാമിക ബോധമുണ്ടാക്കി കൊടുക്കുന്നത്. എല്ലാ സ്ഥാപനങ്ങളുടെയും ഒരു മാതാവാണല്ലോ ഈ ജാമിയ. ഇതിനുശേഷമാണല്ലോ കേരളത്തിൽ ഇതുപോലെ ബിരുദം കൊടുക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങൾ ഉണ്ടായത്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഓരോ പ്രദേശങ്ങളിലും കൊച്ചു കൊച്ചു ജാമിയകൾ എന്ന് പേരിട്ട സ്ഥാപനങ്ങളുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്റെ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞു, ഇന്ത്യയിലെ മറ്റു ചില ജാമിയകളെ സൂചിപ്പിച്ചുകൊണ്ട് അത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ജാമിയ എന്നാൽ അത് ജാമിയ നൂരിയ അറബിയ മാത്രമാണ് എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ സൂചിപ്പിച്ചത് വളരെ ആവേശപൂർവ്വമാണ് ഈ സദസ്സ് ഏറ്റെടുത്തത്. അതൊരു വസ്തുതയാണ്. മഹാനായ ബാപ്പയ്ക്ക് തങ്ങളും ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളും അതുപോലെ തന്നെ ബാപ്പുഹാജിയുമൊക്കെ ഇതിനുവേണ്ടി ശ്രമിച്ച ശ്രമങ്ങൾ, അവരിതിന് സഹിച്ച ത്യാഗങ്ങൾ, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഈ സ്ഥാപനത്തിന് വേണ്ടി സഹിച്ച നേതൃത്വപരമായ പങ്ക്, അതൊക്കെ ഈ സമൂഹം എന്നും സ്മരിച്ചുകൊണ്ടിരിക്കും. അവർക്കൊക്കെ കിട്ടാനുള്ള ഏറ്റവും വലുത് നമ്മുടെ ഈ വലിയ സദസ്സിലുള്ള പ്രാർത്ഥനകളും അതുപോലെ തന്നെ ജനങ്ങളുടെ ഈ നന്മയാർന്ന ചിന്തകളും മാത്രമാണ്. അവരന്ന് അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തു വെച്ചതുകൊണ്ട് നമ്മുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ കെൽപ്പുറ്റ പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ കഴിഞ്ഞു. ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് എത്രയൊക്കെ ബിരുദമെടുത്ത ആളുകൾ ഇറങ്ങുമ്പോഴും അതിനൊക്കെ കവച്ചു വെക്കുന്ന വിധത്തിലുള്ള യോഗ്യതയുള്ള ആളുകൾ. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, യുവ പണ്ഡിതന്മാർ കേവലം ഫൈനൽ ബിരുദം വാങ്ങി മാത്രം പോകുന്നവരല്ല. ഇവരിൽ ഡിഗ്രി ഉള്ളവരുണ്ട്, PG ഉള്ളവരുണ്ട്. ഇന്ത്യയിലെ UGC അംഗീകരിച്ച ഡിഗ്രി വാങ്ങിയവർ ഈ കൂട്ടത്തിലുണ്ട്, PG നേടിയവർ ഈ കൂട്ടത്തിലുണ്ട്. കേവലം മതപണ്ഡിതന്മാർ മാത്രമല്ല, രണ്ട് വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊടുക്കുന്ന സമ്മിശ്ര വിദ്യാഭ്യാസത്തിന്റെ ഒരു ക്യാമ്പസാണല്ലോ ഇത്. ഇതിന്റെ തൊട്ടപ്പുറത്തല്ലേ ഇതേ സ്ഥാപനത്തിന്റെ കീഴിൽ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ മനോഹരമായി ME എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സ്ഥാപനങ്ങൾ ഒരേ രീതിയിൽ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയ പ്രസ്ഥാനമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ നമുക്കറിയാം, കേരളീയ മുസ്ലിം ഉമ്മത്തിന് ഇന്ത്യ മഹാരാജ്യത്തിന് നേതൃപരമായ പങ്കുവഹിക്കാൻ കഴിയും. ആ ഒരു ബോധമാണ് കേരളീയ മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചത്, അവരെ ഒരുമിപ്പിച്ചു നിർത്തിയത്. പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ നേതൃത്വം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആത്മീയ തേജസ്, ഇത് രണ്ടും ഒത്തിണങ്ങിയ ഒരു സമൂഹത്തെ ഇന്ത്യ മഹാരാജ്യത്ത് കടത്തിവെട്ടാൻ കഴിയാത്തൊരു സമൂഹമാക്കി മാറ്റിയത് ഈ വസ്തുതകളാണെന്ന ചിന്തയാണ് വളർന്നുവരുന്ന തലമുറക്കുണ്ടാകേണ്ടത്. നമ്മുടെ വളർന്നുവരുന്ന തലമുറയിൽ ഈ ചിന്തയിൽ നിന്ന് അവരെ വ്യതിചലിപ്പിച്ചു നിർത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളും പ്രവണതകളും കാണാൻ കഴിയും. അതിന്റെ ഭാഗമാണല്ലോ സമസ്തയുടെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകളെ കുറിച്ച് നേരത്തെ ഉസ്താദുമാർ സൂചിപ്പിച്ചത്. ഈ അടുത്ത സമ്മേളനം നടന്ന ആളുകൾ നവോത്ഥാനം അവകാശപ്പെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കടന്നു വന്നു. ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനമാണെന്ന് ഇതപ്പറ്റി നമ്മളുടെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ഒരു സമൂഹത്തിൽ നവോത്ഥാനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നവോത്ഥാനം എന്ന് ആദ്യം നമ്മൾ പരിശോധിക്കണ്ടേ. നവം എന്ന പദത്തിന് പുതിയത് എന്നാണ് അർത്ഥം, ഉത്ഥാനം എന്ന പദത്തിന് ഉയർച്ച എന്നാണ് അർത്ഥം. നവോത്ഥാനം എന്ന് പറയുമ്പോൾ പുതിയൊരു ഉണർവ് അല്ലെങ്കിൽ ഒരു ഉയർച്ച. ഈ പുതിയ ഉയർച്ച ഈ സമൂഹത്തിനുണ്ടാക്കിയത് കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ചിന്തിച്ചു നോക്കുന്ന 1921 കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹമായി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി എഴുന്നേൽപ്പിന് കളമൊരുക്കിയത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ അവരെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അക്കാലഘട്ടത്തിൽ സമത്വ രൂപപ്പെടേണ്ടി വന്നതിന്റെ പ്രധാന കാരണം അന്ന് വരെ ഒന്നിച്ചു നിന്നിരുന്ന മുസ്ലിമീങ്ങൾ, അന്ന് വരെ മുസ്ലിങ്ങൾ ആചരിച്ചു വന്നിരുന്ന ആചാരക്രമം, നമ്മുടെ സമൂഹം ആചരിച്ചു വന്നിരുന്ന അനുഷ്ഠാന കർമ്മങ്ങളെ വിട്ടുകൊടുക്കലാണോ എത്തിച്ചു കൊടുത്തത് മഹാനായ മാലിക് ബിൻ റളിയല്ലാഹു തആല സംഘവും അടക്കമുള്ള മഹത്തുക്കളാണ്. അതിനു മുമ്പേ പരിശുദ്ധ ദീൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മാലിക് ബിൻ കാലഘട്ടത്തിൽ വ്യാപകമായ ഇസ്ലാമിക പ്രചരണം നമ്മുടെ കേരളത്തിൽ നടന്നു. അവരെ പൊന്നാനിൽ മഖ്ദൂമാരുടെ സേവനമുണ്ടായി. അവിടെ വിളക്കെത്തിരുന്ന് ആ സനദിലൂടെ നമ്മുടെ കേരളക്കരയിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്ത വലിയ വലിയ പണ്ഡിതന്മാർ മഹല്ലുകൾക്ക് നേതൃത്വം കൊടുത്തു. പഴയകാല കേരളത്തിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്കറിയാം, എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും പൊതുജനത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് എന്തെങ്കിലും ഒരു മസല നേരെ സമീപിക്കും അവരുടെ പള്ളിയിലെ പണ്ഡിതനെ. ആ പള്ളിയിലെ പണ്ഡിതനൊരു വാക്ക് പറഞ്ഞാൽ ആ പ്രശ്നം അവസാനിച്ചു. അങ്ങനെ പണ്ഡിതന്മാരെ അംഗീകരിച്ചുകൊണ്ട് ആ പണ്ഡിതന്മാർ പറഞ്ഞു. അക്കാലഘട്ടത്തിലാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഈജിപ്ഷ്യൻ ഹിന്ദിയുമായി കടന്നു വന്ന ചില ആളുകൾ നമ്മുടെ സമൂഹം അന്ന് വരെ ആചരിച്ചിരുന്ന മൗലിദ് ഓതാൻ പാടില്ല,
പരിശുദ്ധ ഹബീബിന്റെ മദ്ഹ് പാടാൻ പാടില്ല, അതുപോലെ തന്നെ റാത്തീബ് കഴിക്കാൻ പാടില്ല. അത്തരം മുസ്ലിം സമൂഹത്തിന്റെ പൂർവ്വകാല ആചാര അനുഷ്ഠാന ക്രമങ്ങൾ, ദീനിൽ അടിത്തറയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല, നമ്മുടെ തറാവീഹ് നമസ്കാരം എട്ടാക്കി കുറക്കുകയും അതുപോലെ തന്നെ ജുമുഅ നമസ്കാരത്തിന് ബാങ്ക് കുറക്കുകയും അങ്ങനെ ആരാധനകളെ വെട്ടിക്കുറവുണ്ടാക്കുകയും ചെയ്തുകൊണ്ട് ഒരു പുതിയ ചിന്ത സമൂഹത്തിൽ കൊണ്ടുവന്നു. ഇബാദത്തിന് പുതിയ അർത്ഥം കൽപ്പിച്ചുകൊണ്ട് അവർ തൗഹീദിനെ പുതുതായി വ്യാഖ്യാനിച്ചു. അതിപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് എന്നെക്കാളേറെ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് അറിയാം. ജിന്നും പിശാചുമായി അവർ തന്നെ തമ്മിലടിച്ച് നിരവധി ഗ്രൂപ്പുകളായി അവരെ തന്നെ വിഭാഗങ്ങളും അവാന്തര വിഭാഗങ്ങളുമായി അവരെ സമ്മേളനത്തിൽ പോലും അവർക്ക് അസ്വാരസ്യം അനുഭവപ്പെട്ടത് പത്രദ്വാര നമുക്ക് വായിക്കാൻ കഴിഞ്ഞു. അവിടെയൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ ഈ പ്രവണത തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിച്ച ഒരു ആദർശമുണ്ട്. പൂർവീകർ പറഞ്ഞു തന്ന അതേ പാത അതുപോലെ പിന്തുടരുക. പൂർവീകരിൽ നമ്മൾ എന്താണോ പകർത്തിയത് അത് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോവുക. ആ പാതയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്നും ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ് സമസ്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രചരണ രീതിയിൽ നമ്മുടെ കേരളക്കരയിൽ ഒരുപാട് പള്ളികളും പള്ളി ദർസുകളും അനുബന്ധ മദ്രസകളും അറബി കോളേജുകളും ഈ സംഘടന സ്ഥാപിച്ചു. അതിന് നേതൃത്വം കൊടുത്ത് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ. അവരിലൂടെ കേരളീയ മുസ്ലിം ഉമ്മത്തിന് ഐക്യമുണ്ടായി. അതിൽ നിന്ന് വ്യതിചലിച്ചു നിന്ന ആളുകൾ അവർ തന്നെ പിന്നെ പിളർപ്പുകളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയെ വെല്ലുവിളിച്ച് ഇതിന്റെ ഉള്ളിൽ നിന്ന് വിഭാഗം മാറുന്നപ്പോൾ അവർ ഈ സമൂഹത്തിൽ എത്തിപ്പെട്ടിരിക്കുന്ന വസ്തുതയും നമുക്കറിയാമല്ലോ. ഞാനതേക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ നിങ്ങളിൽ പലരും അത് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും എന്നോട് പലരും അത് പറയണമെന്ന് നിർബന്ധമായി വന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വിഷയം എടുക്കാൻ പോകുന്നത്. നിങ്ങൾ ഓർക്കണം, നമ്മുടെ ഈ കേരളക്കരയിലെ മുസ്ലിം സമൂഹം പരമ്പരാഗത വിശ്വാസത്തിൽ വളരെ താൽപര്യതയുള്ള ആളുകളാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്നവരാ. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ജാമിഅ നൂരിയ അറബി കോളേജിന്റെ ഈ മഹാസമ്മേളനം, ഇതിന്റെ സമാപന സാരാംശത്തിൽ 10,000 പങ്കെടുത്ത വലിയൊരു സദസ്സ് ഈ ഗ്രൗണ്ട് അപ്പോഴേക്കും നിറഞ്ഞു കവിഞ്ഞിരുന്നു. അതിനുശേഷം പിന്നെ ഒരുപാട് ആളുകൾ ഇതിന്റെ അവസാനത്തിൽ വന്നു ചേർന്നു. ഇത്ര വലിയ ജനാവലിയെ സാക്ഷി എടുത്തുകൊണ്ടൊരു മൗലിദ് പക്ഷേ കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര വലിയൊരു മൗലിദ് സദസ്സാണ് ഇവിടെ നടന്നത്. നമ്മൾ പരമ്പരാഗതമായി ചെയ്തു വരുന്ന ഈ പ്രവർത്തനത്തെ അത്ര താല്പര്യത്തോടുകൂടി നിങ്ങൾ ഏറ്റെടുക്കാൻ ഇന്നലത്തെ ഒരു പത്രവാർത്ത മാത്രം മതിയായല്ലോ. 4 മണി സമയം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിറഞ്ഞ കവിമാർ ജനങ്ങൾ എത്തിച്ചേർന്നത്. ഈ ഒരു സ്നേഹം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനോടുള്ള ഈ ഒരു സ്നേഹം യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ഉമ്മത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അതെടുത്തു നീക്കുവാനും അത് തള്ളിക്കളയുവാനുമൊക്കെ ഈ പ്രസ്ഥാനക്കാരും അതിന്റെ പ്രവർത്തകരും എത്രയൊക്കെ ശ്രമിച്ചിട്ടും നമ്മുടെ കേരളക്കരയിൽ സുസാധ്യമായിട്ടില്ല. അതിനെ തടുത്തു നിർത്തുവാൻ സമസ്തയുടെ പ്രതിരോധ ശക്തിക്ക് സാധ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് തെളിയിക്കുന്നത് എന്നാണ് ഇന്നത്തെ ഈ മജ്‌ലിസ് പോലും നമുക്കിവിടെ മനോഹരമായി തെളിവ് തന്നത്. അങ്ങനെ ഇരിക്കെ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ധിക്കരിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നും വളർന്നു വന്ന ആളുകൾ അതിനെ ധിക്കരിച്ചുകൊണ്ട് പുറത്തുപോയ ചില ആളുകൾ അവർ ഈ കേരളക്കരയിൽ അടുത്ത കാലത്ത് ചെയ്തു തീർത്ത ഒരു പ്രവർത്തനം നിങ്ങൾക്കറിയാം. പരിശുദ്ധ ഹബീബിന്റേതെന്ന് പറഞ്ഞുകൊണ്ടൊരു കേശം കൊണ്ടുവന്ന് ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുമാർ പല സ്ഥലങ്ങളിലും അത് പ്രദർശിപ്പിച്ചു. അതിന്റെ പേരിൽ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി പരസ്യമായി പണപ്പിരിവ് നടത്തി. ആ പണപ്പിരിവ് നടത്തി അവസാനം അതിന്റെ പേരിൽ ഒരു ഇന്ത്യൻ പൗരൻ, കോഴിക്കോട്ടുകാരനായ ഒരു സഹോദരൻ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒരു പൗരാവകാശം എന്ന രീതിയിൽ ഒരു പരാതി കൊടുത്തു. ആ പൗരാവകാശം എന്ന രീതിയിൽ അയാൾ കൊടുത്ത പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിനെ ചുമതലപ്പെടുത്തി. ഗവൺമെന്റിനെ ചുമതലപ്പെടുത്തുകയും ഗവൺമെന്റ് കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി കോഴിക്കോട്ടെ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്തുകയും ചെയ്തു. ആ ഉദ്യോഗസ്ഥൻ തന്റെ അന്വേഷണ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത് വളരെ വൃത്തികെട്ട എന്ന് ഞാൻ പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഗവൺമെന്റിനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വളരെയധികം ദുരുപയുക്തമായ റിപ്പോർട്ടാണ് അയാൾ എഴുതി കൊടുത്തത്. ഞാൻ അതിന്റെ പ്രസക്ത ഭാഗം സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഗവൺമെന്റിന് ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു പ്രവർത്തനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബാധ്യതയുണ്ട്. സ്വാഭാവികമായും ഗവൺമെന്റ് അന്വേഷണം നടത്താറുള്ളത് ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ടാണ്. കോഴിക്കോട്ടെ അസിസ്റ്റന്റ് കമ്മീഷണർ, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ആരാവട്ടെ, ആ ഉദ്യോഗസ്ഥൻ തന്റെ റിപ്പോർട്ടിൽ ഗവൺമെന്റിന് എഴുതി കൊടുത്തത് ഈ സംഭവത്തെക്കുറിച്ച് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അയാൾ ഇക്കാര്യത്തിൽ എന്താണ് സ്വീകരിച്ച നയം എന്ന് ഇത് വായിക്കുമ്പോഴേക്കും ഏതൊരു സാധാരണക്കാരനും ബോധ്യപ്പെടും. കോഴിക്കോട് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഓഫ് സ്പെഷ്യൽ ബ്രാഞ്ച് അയാൾ ഗവൺമെന്റിന് എഴുതി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു, ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ദ തേർഡ് റെസ്പോണ്ടന്റ് ഹിയറിൻ ഈസ് ദ സെക്രട്ടറി ഓഫ് ഓൾ ഇന്ത്യ സുന്നി ഓർഗനൈസേഷൻ മർക്കസ് സഖാഫത്ത് സുന്നിയ കാരന്തൂർ കുന്നമംഗലം. ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറി തേർഡ് റെസ്പോണ്ടന്റായ ഈ വിഷയത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇദ്ദേഹം എഴുതുന്നു, ഹി ഹു പൊസസസ് ദ ഹെയർ ഇൻ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൽ പറഞ്ഞ നേരത്തെ ഇതിനെതിരെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട്, നീതീകരണം ആവശ്യപ്പെട്ടുകൊണ്ട്, ഇതിന്റെ പേരിലുള്ള വ്യാജ പിരിവ് തടയണം, അത് ചൂഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ഒരു പൗരന്റെ അവകാശം എന്ന രീതിയിൽ ഈ
രാജ്യത്ത് ഒരു പൗരൻ കൊടുത്ത ഒരു അപേക്ഷയിന്മേൽ നടപടിയെടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഗവൺമെന്റ് അതിനുവേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ വെച്ചുകൊണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇദ്ദേഹം കയ്യിൽ വെച്ചുള്ള ആ ഒരു മുടി claims the same to be the holy hair of Prophet Muhammad Rasulullah. അദ്ദേഹം വാദിക്കുന്നു അത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ മുടിയാണ് എന്ന് വാദിക്കുന്നു. which according to him was handed over by ശ്രീ അഹമ്മദ് ഹസാദി. അഹമ്മദ് ഹസാദി എന്ന് എഴുതിയിട്ടുള്ളത് അഹമ്മദ് ഹസ്രജി എന്നല്ല. അവിടെ തന്നെ ഒരുപക്ഷേ ഈ ഉദ്യോഗസ്ഥന് രക്ഷപ്പെടാൻ ഒരു മാർഗം സ്വീകരിച്ചതായിരിക്കാം. അഹമ്മദ് ഹസ്രജി എന്നതിന് പകരം അഹമ്മദ് ഹസാദി എന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു എ റിലീജിയസ് സ്കോളർ ആൻഡ് മിനിസ്റ്റർ ഓഫ് അബുദാബി ഇൻ ദ ഇയർ 2010. 2010 അബുദാബിയിൽ മിനിസ്റ്ററായിരുന്ന അഹമ്മദ് ഹസാദിയാണ് ഈ മുടി കൈമാറിയത് എന്നാണ് പറഞ്ഞത്. അഹമ്മദ് ഹസാദി എന്ന് പറയുന്ന ഒരു മന്ത്രിയില്ല. അഹമ്മദ് ഹസരി ആണെങ്കിൽ ആ സമയത്ത് മന്ത്രിയായ ആളല്ല. ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന റിപ്പോർട്ട് വാങ്ങിയ ഉദ്യോഗസ്ഥൻ പിന്നീട് പറയുന്നു ഇറ്റ് ഈസ് റെസ്പെക്ട്ഫുള്ളി സബ്മിറ്റഡ് ദാറ്റ്. വളരെയധികം ആദരപൂർവ്വം അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടാണ്. ദോ ദർ ആർ ഡിസ്പ്യൂട്ട്സ് ആസ് ദ ജെന്യൂനെസ് ഓഫ് ദ ഹെയർ ആസ് ബിലോങ്ങിംഗ് ടു ദാറ്റ് ദ പ്രോഫറ്റ് മുഹമ്മദ് റസൂലുള്ളാഹി ഓർ നോട്ട്. ഈ മുടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണോ അല്ലയോ എന്ന അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഈ ചർച്ചയിൽ there is no material evidence or investigational method by which the same can to be proven. ഇത് തെളിയിക്കാൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡോ അതല്ലെങ്കിൽ അതിനാവശ്യമായ ഒരു തെളിവോ നോ മെറ്റീരിയൽ എവിഡൻസ്, ഒരു തെളിവും നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ശാസ്ത്രീയ യോഗത്തിൽ എഴുതി കൊടുക്കുന്നു. ഇത് എഴുതി കൊടുത്ത ഉദ്യോഗസ്ഥൻ കോഴിക്കോട്ടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഓഫ് സോഷ്യൽ ബ്രാഞ്ച്. ഈ ആളുടെ കയ്യിൽ നിന്ന് എത്ര രൂപ കൈക്കൂലി വാങ്ങിയെന്ന് ബോധ്യപ്പെടുത്തപ്പെട്ടു. ആ ഉദ്യോഗസ്ഥനെ ഞങ്ങൾ വ്യക്തമായും ആരോപിക്കുന്നു ഇത്തരമൊരു സംഗതി ഒരു ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊടുക്കാൻ പാടുണ്ടോ? കാരണം ഒരു വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ ചൂഷണോപാധിയായി സ്വീകരിച്ചില്ലേ? ജനങ്ങളെ ചൂഷണമുക്തരാക്കുക എന്നത് ഒരു ഭരണകൂടത്തിന്റെ കടമയല്ലേ? ആ ഭരണകൂടത്തെ സഹായിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നീതി കൊടുക്കലുമല്ലേ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചുമതല? ഇവിടെ ഇന്ന് ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, ഇത് കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. ഉത്തരവാദിത്ത ബോധത്തോടുകൂടി രാജ്യത്തെ സേവിക്കുന്ന ലോ ആൻഡ് ഓർഡർ പദവിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ പോലും മാനക്കേടുണ്ടാക്കുന്ന വൃത്തികെട്ട ഏർപ്പാടാണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നതിൽ ആശേഷം ഞങ്ങൾക്ക് മടിയില്ല. അതൊരിക്കലും നിയമപരമായ ഈ രാജ്യത്തിന്റെ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഏർപ്പാടല്ല. ഒരാളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ട് ഒരു സാധാരണ പൗരൻ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടുണ്ടോ എന്ന് അദ്ദേഹം പറയുന്നു. ദ സെയിം ഈസ് ഓൺലി എ ക്വസ്റ്റ്യൻ ഓഫ് ബിലീഫ്. ഇത് കേവലം ഒരു വിശ്വാസത്തിന്റെ പ്രശ്നം മാത്രമാണ്, കേവലം ഒരു വിശ്വാസത്തിന്റെ പ്രശ്നം. എന്നിട്ട് പറയുന്നുണ്ട് ആൻഡ് എനി പേഴ്സൺ ഈസ് അറ്റ് ലിയബിലിറ്റി ലിബർട്ടി. ഏതൊരു മനുഷ്യനും ലിബർട്ടി സ്വാതന്ത്ര്യമുണ്ട് ഐദർ ടു ബിലീവ് ദ സെയിം ആൻഡ് വർഷിപ്പ്. അത് ആരാധിക്കുവാനും വിശ്വസിക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. ഓർ ഡിസ്ബിലീവ് ദ സെയിം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഒരാൾ കൊണ്ടുവന്നൊരു വ്യാജ മരുന്ന് വിൽക്കുന്നു, അയാൾ പറയുന്നത് നല്ല മരുന്നാണ്, ആവശ്യമുള്ളവർക്ക് വാങ്ങാം, വിശ്വാസമുള്ളവർക്ക്, വിശ്വാസമില്ലാത്തവർ വാങ്ങണ്ട എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയാൽ വെറുതെ വിടുമോ? അതോ അയാൾ പിടികൂടുമോ? അയാൾ പിടികൂടുന്ന നിയമമല്ലേ? ഒരു വ്യാജസിദ്ധൻ നമ്മുടെ സമൂഹത്തിൽ വന്നു, ആ വ്യാജസിദ്ധൻ സമൂഹത്തെ ചികിത്സിച്ചു, അയാളതിന് അർഹനല്ലെങ്കിൽ അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ലേ? ഈ രീതിയിൽ നമ്മുടെ രാജ്യത്ത് ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണെന്ന് പറയുന്ന ആളുകൾ ഇവർ ഭരണഘടനാപരമായി ഉദ്ധരിക്കുന്നത് ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻജോയ്ഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യസ് എന്ന വാചകമാണ്. അത് പറയുന്നതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ആ ഭാഗത്ത് ഇന്ത്യൻ ഭരണഘടന പറയുന്നു സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മോറാലിറ്റി ആൻഡ് ഹെൽത്ത് ആൻഡ് ടു ദ അതർ പ്രൊവിഷൻ ഓഫ് ദിസ് പാർട്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ജനങ്ങളുടെ ആരോഗ്യത്തിന്, ജനങ്ങളുടെ ധാർമ്മികതയ്ക്ക്, ജനങ്ങളുടെ ശരിയായ ജീവിത രീതിക്കൊന്നും ഒരു കോട്ടം തട്ടുന്ന വിശ്വാസം അനുസരിച്ചു കൊടുക്കാൻ പറ്റൂല. എന്റെ വിശ്വാസം അത് ജനങ്ങൾക്ക് ദ്രോഹകരമായി ഉപയോഗിക്കാൻ പറ്റില്ല. എനിക്ക് ഇത് പ്രവാചകമുടിയാണെന്ന് വിശ്വാസമുണ്ടെങ്കിൽ എനിക്കത് വെച്ച് സൂക്ഷിക്കാം. വേറൊരാളത് ഉപയോഗപ്പെടുത്താൻ, അയാൾ നിർബന്ധിക്കാൻ, പാവപ്പെട്ട വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ ഇന്ത്യ രാജ്യത്തെ ഭരണഘടനാപരമായി അവകാശത്തിൽ എവിടെയെങ്കിലും ഒരു പഴുതുണ്ടോ? അതുണ്ടെങ്കിലല്ലേ പറയേണ്ടത്. അങ്ങനെ ഒരു പഴുതില്ലാത്ത, യാതൊരു തരത്തിലും അനുമതിയില്ലാത്തൊരു വിഷയം വെച്ചുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക വിധമുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കാമോ? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇത് ആവശ്യമുള്ളവർക്ക് വിശ്വസിക്കാം, ആവശ്യമില്ലാത്തവർക്ക് അവിശ്വസിക്കാം, ആവശ്യമില്ലാത്തവർക്ക് തള്ളാം. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു ഇറ്റ് ഈസ് ആൾസോ സബ്മിറ്റഡ് ദാറ്റ്. വീണ്ടും സമർപ്പിക്കുക. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് വെച്ച് ഗവൺമെന്റ് സമർപ്പിക്കാൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണിത്. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിലുള്ള വാചകങ്ങളാണ് ഗവൺമെന്റ് അഫിഡവിറ്റായി തയ്യാറാക്കിയിട്ടുള്ളത്. അഫിഡവിറ്റ് കൊടുക്കുകയോ കൊടുക്കാൻ കാത്തിരിക്കുകയോ
വാദിക്കുകയോ ഏതാതിന്റെ സ്റ്റേജും നമുക്കറിയില്ല. എങ്ങനെയാണെങ്കിലും ശരി, ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അയാൾ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? നോ ഡയറക്റ്റ് കളക്ഷൻ ഓഫ് ഫണ്ട്സ് ആർ നോട്ടീസ്ഡ് ഇൻ ദ കോഴിക്കോട് സിറ്റി. നോ ഡയറക്റ്റ് കളക്ഷൻ. നേരിട്ട് ഈ പള്ളിക്ക് വേണ്ടി ഒരു കളക്ഷനും എടുത്തിട്ടില്ല. അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ ഒരു കളക്ഷനും എടുത്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, പറയുന്നതിൽ വിഷമമുണ്ട്. സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇരിപ്പുണ്ട്. തങ്ങളെ മുമ്പിൽ വന്നവരെ റസീദ് സഹിതം പിരിച്ച വാർത്ത പത്രത്തിൽ വന്നിട്ട് ഒരു ഉത്തരവാദപ്പെട്ട പോലീസുകാരൻ ഇത് കണ്ടില്ല എങ്കിൽ കാക്കി അടിച്ചു വെക്കാൻ സമയമായിരിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അയാൾ അറിയുന്ന കാക്കി തിരിച്ചു വാങ്ങണം ഗവൺമെന്റ്. അത്തരം ഉദ്യോഗസ്ഥന്മാരാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ നമ്മുടെ കേരളത്തിലെ പാണക്കാട് കുടുംബത്തിൽ വന്ന് മേശപ്പുറത്ത് വന്ന് പൈസ വാങ്ങിച്ച് റസീദ് കൊടുത്തിട്ട് കേരളത്തിലെ ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഏറ്റവും വലിയ ഏർപ്പാടാണ്. കാരണം എന്താ? പാണക്കാട് തന്നെ അംഗീകരിച്ചൊരു വിഷയമാണെങ്കിൽ കേരള വഞ്ചനയിൽ കൊടുക്കുന്നതിന് വേണ്ടി ചെയ്ത പ്രവർത്തനമല്ലേ ഇത്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇത് ചെയ്തത് ബോധപൂർവമാണെങ്കിൽ തെറ്റാണ്. അതല്ല, ഈ ഉദ്യോഗസ്ഥനെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ ആ തെറ്റിദ്ധരിപ്പിച്ചവരെ പിന്തുടരണം. ഏതാണ് അതിന്റെ പഴുതി നോക്കി നടപടിയെടുക്കണ്ടേ എന്നിട്ട് വ്യക്തമായി പറയുന്നു. ഇൻ ദിസ് റിഗാർഡ്, ഈ വിഷയത്തിൽ പറയുന്നു, ഇറ്റ് ഈസ് ഓൾസോ സബ്മിറ്റഡ് ദാറ്റ് നോ ഡയറക്റ്റ് കളക്ഷൻ ഓഫ് ഫണ്ട്സ് ആർ നോട്ടീസ്ഡ് ഇൻ ദി കോഴിക്കോട് സിറ്റി ഇൻ ദിസ് റിഗാർഡ് ആൻഡ് അറ്റ് പ്രസന്റ് ദർ ഇസ് നോ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇൻ ദ സിറ്റി റിലേറ്റഡ് ടു ദിസ് ഇഷ്യൂ. ഈ ഇഷ്യൂമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമില്ല. ഈ മുടിയുടെ പേരിൽ ഒരു കുഴപ്പം കേരളത്തിലില്ല. അങ്ങനെ പ്രശ്നമില്ലാത്തതുകൊണ്ട് സിൻസ് ദ മാറ്റർ ഈസ് വൺ ഓഫ് റിലീജിയസ് ബിലീഫ് വിച്ച് ഇൻവോൾവ്സ് സെന്റിമെന്റൽസ് ഓഫ് മെനി പീപ്പിൾ, utmost care and caution is required even for embarking upon any inquiry. എന്തെങ്കിലും ഒരു നടപടി ഇതിന്റെ പേരിൽ സ്വീകരിച്ചാൽ വമ്പിച്ച സ്ഫോടനാത്മകമായ ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടാകും. ഇതിൽ പറയുന്നു, സിൻസ് അതർവൈസ് ഇറ്റ് വുഡ് ലീഡ് ടു അൺനെസസറി ലോ ആൻഡ് ഓർഡർ ഔട്ട്ബ്രേക്ക് ഡിസ്റ്റർബിംഗ് കമ്മ്യൂണൽ ഹാർമണി. മതസൗഹാർദ്ദത്തിന് വരെ കോട്ടം തട്ടുന്ന വിധത്തിലുള്ള വമ്പിച്ച പ്രശ്നങ്ങൾ, ലോ ആൻഡ് ഓർഡർ ഔട്ട്ബ്രേക്ക്, ആ വലിയ ക്രമസമാധാനത്തിന്റെ വിസ്ഫോടനം ഉണ്ടാവുമ്പോഴേ അങ്ങനെ സംഭവിച്ചാൽ തടുക്കാൻ കഴിയില്ല എന്ന രീതിയിൽ ഗവൺമെന്റ് ഹോം ഡിപ്പാർട്ട്മെന്റിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എഴുതി കൊടുക്കുന്നു. അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഇത് ഗവൺമെന്റ് ചർച്ച ചെയ്ത് മന്ത്രിസഭയിൽ മേശപ്പുറത്ത് വെച്ചിട്ടൊന്നുമല്ല അഫിഡവിറ്റ് തയ്യാറാക്കുന്നത്. ഹോം ഡിപ്പാർട്ട്മെന്റിലെ ചില ഉദ്യോഗസ്ഥന്മാരെ പിടികൂടിയാൽ സ്വാഭാവികമായും ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള ചില രാഷ്ട്രീയ സ്വാധീനങ്ങളും അതിന് വേണ്ട ചില പണക്കൊഴുപ്പമുള്ള ആളുകൾക്ക് ഇത് സാധിക്കും. പക്ഷേ നമ്മൾ ഇത് ഉയർത്തിപ്പിടിച്ചത്, SKSOന്റെ പ്രവർത്തനം ഉയർത്തിപ്പിടിച്ചത് ഇത് കേരളത്തിലെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് എന്നതുകൊണ്ടാണ്. അവിടെയാണ് നമ്മുടെ പൂർവ്വകാല നേതാക്കളെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത്. അവിടെയാണ് കാളമ്പാടി സ്വാധീനത്തെ നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം യാതൊരു തരത്തിലും ഭൗതിക മോഹമില്ലാത്ത, ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമില്ലാത്ത, നേരിന്റെ പാത മാത്രം സ്വീകരിച്ച മഹാത്മാക്കൾ നിങ്ങൾ ഓർക്കൂ. റഈസുൽ മുഹഖിഖീൻ തന്നിയത്ത് മുസ്ലിം അടക്കമുള്ള മഹത്തുക്കൾ നേരിന്റെ പാത വിട്ട് സഞ്ചരിച്ചവരല്ലല്ലോ. സത്യത്തിന്റെ പാത വിട്ടുകൊണ്ട് 5 നയാ പൈസ നേരെ കൊടുത്താൽ പോലും സ്വീകരിക്കുന്നവരല്ലോ. അതാണ് അവരും ഈ സംഘടനയും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിനെ തിരിച്ചറിയും. ഇതാണ് ദുനിയാവുമായി കൂടുതൽ കടന്നുകൊണ്ട് പണത്തിന് വേണ്ടി എന്തും ചെയ്യുക. ഇതാ റഅയ്തുൽ ആലിമ, ഒരു ആലിമിനെ നിങ്ങൾ കണ്ടാൽ യുഖാലിത്തു സുൽത്താന മുഖാലത്തൻ കഫീറത്തൻ, ഭരണാധികാരികളോട് കൂടുതൽ കടന്നുകൊണ്ട് കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ നാളെ കണ്ടാൽ നിങ്ങൾ അയാളെ കുറിച്ച് നാം മനസ്സിലാക്കുന്ന ഫഅലം അന്നഹു ലിസ്സുൻ. അതിന്റെ അർത്ഥം ഞാൻ പറയേണ്ടല്ലോ, ജാമ്യയിലല്ലേ ഞാൻ പ്രസംഗിക്കുന്നത്. അർത്ഥം പറയേണ്ട നിങ്ങൾക്കറിയാം. ആ രീതിയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അറിയുന്ന പണ്ഡിതന്മാർ എങ്ങനെയായിരിക്കണമെന്ന് നമ്മുടെ ആലിമകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗമാണ് നമ്മൾ അവലംബിക്കേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം എനിക്ക് ചില ശാരീരിക പ്രയാസമുണ്ട്. ഞാനിത് മറച്ചു വെച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അതോടൊപ്പം എന്റെ 2 സഹപ്രവർത്തകർ പ്രസംഗിക്കാനുമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സത്യത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ വിഷയത്തിന്റെ പേരിൽ ഗവൺമെന്റിന്റെ ഈ അടവറ്റ് തിരുത്തുന്നതിന് വേണ്ടി ആവശ്യമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷണർ ഓഫീസിലേക്ക് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഈ വരുന്ന 31 മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതൊരു വൻ വിജയമാക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രവർത്തകർ സൽവാൻമന സഹകരിക്കണമെന്നും ഈ സത്യപോരാട്ടത്തിൽ കേരളീയ മുസ്ലിം ഉമ്മത്ത് ഒരിക്കലും ഇതൊരു വിഭാഗീയ പ്രശ്നമായി കാണുന്നതിന് പകരം മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാനുള്ള ഈ ശ്രമത്തിനെതിരെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ മറ്റുള്ളവർ കൊഞ്ഞനം കുത്താൻ ശ്രമിക്കുന്ന ഏർപ്പാടുണ്ടാക്കുന്ന ആളുകൾക്കെതിരെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈർഘ്യമുണ്ടാക്കാതെ ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.